പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് +1 അക്കൗണ്ടൻസിയിലെ 9ാമത്തെ ചാപ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫസ്റ്റ് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇന്നത്തെ സെഷനിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ക്ലോസിംഗ് എൻട്രീസ് റിഗാർഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ക്ലോസിംഗ് ജേർണൽ എൻട്രികളാണ് ആവശ്യമുള്ളത് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. And according to double entry principle, there are two aspects, debit aspect and the credit aspect. Similarly, the transactions or the items must be entered in profit and loss account by following double entry principle. അപ്പോൾ എന്തൊക്കെ ജേർണൽ എൻട്രികളാണ് വേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നോട് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് രണ്ട് സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിലുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, ക്രെഡിറ്റ് സൈഡിലുള്ളത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിലും ഇൻഡയറക്റ്റ് ഇൻകം ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് എൻ്റർ ചെയ്യുന്നത്. ഈ എൻട്രി, അതായത് ഇങ്ങനെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ട്രാൻസാക്ഷൻസ് എൻ്റർ അല്ലെങ്കിൽ ഐറ്റംസ് എൻ്റർ ചെയ്യുന്ന സമയത്തുള്ള ജേർണൽ എൻട്രിയാണ്. ഇത്രയേ പഠിക്കാനുള്ളൂ. ഇതാ ഡെബിറ്റ് സൈഡിലേക്ക് എക്സ്പെൻസുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ഇതാണ്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ, ടു എൻ്റർ ഇൻഡയറക്റ്റ് ഇൻകം ടു ദ ക്രെഡിറ്റ് സൈഡ്. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകം ഡെബിറ്റിലാണുള്ളത്. ഇൻഡയറക്റ്റ് ഇൻകം അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻഡയറക്റ്റ് ഇൻകത്തിന് ഡെബിറ്റ് ചെയ്യുക ടു P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഈ സൈഡിനകത്ത് വരുന്നത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റിനെയും അല്ലെങ്കിൽ നെറ്റ് ലോസിനെയോ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ടു ട്രാൻസ്ഫർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. To transfer indirect expenses and losses to the debit side of profit and loss account. Indirect expenses അല്ലെങ്കിൽ ലോസിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അത് ഇൻഡിവിജ്വൽ ആയിട്ട് 1 by 1 ആയിട്ട് എഴുതണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, സാലറി, ഡിസ്കൗണ്ട് അലൗഡ്, അതുപോലെ ഇൻഷുറൻസ്, ബാഡ് ഡെപ്റ്റ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതുക. അല്ലെങ്കിൽ മറ്റൊരു ലോജിക്ക്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻട്രി ക്ലിയർ ആയില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ, ടു ട്രാൻസ്ഫർ ഇൻഡയറക്റ്റ് ഇൻകം ടു ദ ക്രെഡിറ്റ് സൈഡ്. ഇൻഡയറക്റ്റ് ഇൻകത്തിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രിയാണ് ഇൻഡയറക്റ്റ് ഇൻകം അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻഡയറക്റ്റ് ഇൻകംസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാവാം? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകം. ദോസ് ഇൻകം അതർ ദാൻ സെയിൽസ് ഇസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ 1 by 1 ആയിട്ട് ഇൻഡയറക്റ്റ് ഇൻകം എഴുതുക ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് ഇൻഡയറക്റ്റ് ഇൻകത്തിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി. നെക്സ്റ്റ് വൺ, ടു ട്രാൻസ്ഫർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റിനെയോ നെറ്റ് ലോസിനെയോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. ദ ഔട്ട്കം ഓർ ദ ഔട്ട്പുട്ട് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് മേ ബി ഐദർ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. പലതവണ പറഞ്ഞതാണ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡാണ് അധികമെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് നെറ്റ് ലോസ് ആണ്. അപ്പോൾ ഏതായി കഴിഞ്ഞാലും നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും അത് നമ്മുടെ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇഫ് ദർ ഇസ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആണ് ഉള്ളതെങ്കിൽ ദ എൻട്രി വിൽ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ട്രാൻസ്ഫർ നെറ്റ് പ്രോഫിറ്റ് ടു ദ capital account, the journal entry required is profit and loss account debtor to capital account. ഓണറുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു, ഓണറുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. എപ്പോൾ? പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ആ ബിസിനസിന്റെ ഓണറുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. എൻട്രി എന്താണ്? P&L account debtor to capital account. Next one, if there is net loss ആണുള്ളതെങ്കിൽ the entry will be capital account debtor to profit and loss account. Capital account debtor to
പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി ആണ്. പ്രോഫിറ്റ് ഉള്ളതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ടേമാണ്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതുപോലെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് കമ്പൈൻഡ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയൊരു സെഷൻ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.